السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد. ഇന്ന് നാം എടുത്ത പാഠഭാഗം സൂറത്തുൽ മജാദിലയിലെ 8-ാമത്തെ ആയത്താണ്. ആദ്യമായി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. അലം തറ എന്ന പദത്തിലെ സാക്കിന മീമിനെ അല്പം പോലും മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവി നൽകണം. അനിൻ നജ്വ ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. നജ്വ എന്ന പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. സുമ്മ ഷദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. അൻഹു സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കണം, മണിക്കരുത്. ഇദാ ജാഊക മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബിമാ ലം യുഹയ്യിക ലം എന്ന പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫീ അൻഫുസിഹിം ഫീ എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻഫുസിഹിം സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അൻഫുസിഹിം പദത്തിൻ്റെ അവസാനത്തിലുള്ള സാക്കിന മീം അൻഫുസിഹിം എന്ന മീമിനെ അല്പം പോലും മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവി ചെയ്യണം. ബിമാ നഖൂൽ അവിടെ നീട്ടി നിർത്താവുന്നതാണ്. മദ് ആരിദ് ലിസ്സുകൂൻ നൽകാവുന്നതാണ്. ഹസ്ബുഹും ഈ പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം, മണിക്കരുത്. ജഹന്നം സാക്കിന ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അൽ മസീർ എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖ് നൽകണം. നേർപ്പിച്ച് റായിന് അൽ മസീർ എന്ന് ഉച്ചരിക്കണം. ഈ വചനത്തിൽ തഫ്ഖീം ചെയ്യേണ്ട സ്വരഭാരത്തോടെ പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് അലം തറ എന്ന പദത്തിലെ റാ, മഅസിയത്ത് എന്ന പദത്തിലെ സ്വാദ്, അർ റസൂൽ റാ വീണ്ടും, അല്ലാഹു യുഅദ്ദിബുന അല്ലാഹു അല്ലാഹു എന്ന ഇസ്മുൽ ജലാല അതിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം. വീണ്ടും യസ്ലൗനഹ സ്വാദ്, അൽ മസീർ വീണ്ടും സ്വാദ്. അൽ മസീർ എന്ന സ്വാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ കൊടുക്കുകയുള്ളൂ. അപ്പം ഇത്രയും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ. ഇവ അല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തഫ്ഖീമിൻ്റെ വിപരീതമായ തർക്കീഖ് നൽകി നേർപ്പിച്ചുകൊണ്ട് ഇസ്തിഫാൽ എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരങ്ങളാണ്. അവയെല്ലാം ആ നിലക്ക് ഉച്ചരിക്കേണ്ടതാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഓതാം. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
അസ്സലാമു അലൈക്കും.